ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 5. ദൈവത്തിന്റെ ആശ്വാസദായക പ്രതിബദ്ധത. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെയുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബം 4 സംസ്ഥാനങ്ങൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുന്ന അമേരിക്കയിലെ ഒരേ ഒരു സ്ഥലമായ 4 കോർണേഴ്സ് സന്ദർശിച്ചിരുന്നു. അരിസോണ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് എൻ്റെ ഭർത്താവ് നിന്നു. ഞങ്ങളുടെ മൂത്ത മകൻ AJ യൂട്ടായിലേക്ക് ചാടി. ഞങ്ങളുടെ ഇളയ മകൻ സേവ്യർ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കൊളറാഡോയിലേക്ക് കാലെടുത്തു വെച്ചു. ഞാൻ ന്യൂ മെക്സിക്കോയിലേക്ക് നീങ്ങിയപ്പോൾ സേവ്യർ പറഞ്ഞു, അമ്മ എന്നെ കൊളറാഡോയിൽ ഉപേക്ഷിച്ചുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ചിരി 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരേ സമയം ഒരുമിച്ചും അകന്നും ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മുതിർന്ന മക്കൾ വീട് വിട്ടു പോയതിനാൽ അവർ പോകുന്നിടത്തെല്ലാം തൻ്റെ എല്ലാ ജനങ്ങളോടും താൻ അടുത്തിരിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് എനിക്ക് ആഴമായ വിശ്വാസമുണ്ട്. മോശയുടെ മരണശേഷം ദൈവം യോശുവയെ നേതൃസ്ഥാനത്തേക്ക് വിളിക്കുകയും ഇസ്രായേലിനു ദേശം കൈവശമാക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പു നൽകുകയും ചെയ്തു. ദൈവം അരുളി ചെയ്തത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. തന്റെ ജനത്തിന്റെ പുതിയ നേതാവെന്ന നിലയിൽ യോശുവ സംശയത്തോടും ഭയത്തോടും പോരാടേണ്ടി വരുമെന്ന് അറിയാമായിരുന്ന ദൈവം ഈ വാക്കുകളിലൂടെ പ്രത്യാശയുടെ ഒരു അടിത്തറ പണിതു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവം നമ്മെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ എവിടേക്ക് നയിച്ചാലും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ഏറ്റവും ആശ്വാസദായകമായ വിശ്വസ്തത ദൈവം എപ്പോഴും സന്നിഹിതനാണെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ചിന്തിക്കുക, ദൈവം തൻ്റെ നിരന്തരമായ സാന്നിധ്യത്താൽ അടുത്തിടെ നിങ്ങളെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? നിങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അടുത്തിരിക്കാമെന്നുള്ള ദൈവത്തിന്റെ വിശ്വസ്തത എങ്ങനെ നിങ്ങളെ സഹായിക്കും? ദൈവത്തിന് മഹത്വം.